മഞ്ചേശ്വരത്തെ അമ്പിത്തടി ഗേറുകെട്ടെ റോഡരികിലെ തോട് രോഗഭീതി ഉയർത്തുന്നു. സാമൂഹ്യ വിരുദ്ധർ തോടിലേക്ക് മാലിന്യം തള്ളുന്നതിനെ തുടർന്ന് തോട് വലിയൊരു മാലിന്യ കേന്ദ്രമായി മാറുകയാണ്. വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു ഫലം ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. അധികൃതരുടെ കടുത്ത അവഗണനയെ തുടർന്നാണ് മഞ്ചേശ്വരത്തെ അമ്പിത്തടി ഗേറുകെട്ടെ റോഡ് രോഗഭീതിയുടെ നിഴലിലായിരിക്കുന്നത്. റോഡരികിലെ തോട് ഇപ്പോൾ ഒരു പ്രധാന മാലിന്യ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സാമൂഹിക വിരുദ്ധർ മാലിന്യങ്ങൾ വലിയ രീതിയിലാണ് ഈ തോടിലേക്ക് തള്ളുന്നത്. മുൻപ് വീട്ടുമാലിന്യങ്ങൾ മാത്രം കണ്ടിരുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ അപകടകരമായ രീതിയിൽ മെഡിക്കൽ മാലിന്യങ്ങൾ പോലും വ്യാപകമായി തള്ളുന്നുണ്ട്. രാത്രികാലങ്ങളിൽ പുറത്തുനിന്നെത്തുന്ന വാഹനങ്ങളിലാണ് പ്രധാനമായും മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നത്. അമ്പിത്താടി റോഡ് നിലവിൽ ഒരു അനധികൃത ഡംപിംഗ് യാർഡായി മാറിയിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തത് കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കാലവർഷം ആരംഭിക്കുവാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തോടിൽ കുന്നുകൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മഴവെള്ളത്തിനൊപ്പം ഒലിച്ചുപോയി വീടുകളിലെത്തുവാൻ സാധ്യത ഏറെയാണ്. കൂടാതെ ഈ മലിനജലം സമീപത്തെ പൊതു കിണറുകളിലേക്കും കലരുന്നത് ഗ്രാമത്തിൽ വലിയ ആരോഗ്യ പ്രതിസന്ധിക്ക് കാരണമാകും. കിണറിലെ വെള്ളം വിഷമയമായതിനു ശേഷമാണോ ഇനി അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുകയെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. തങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുകയാണെന്നും ഉടനടി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ഇത് തള്ളുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുകയും വേണമെന്നും അല്ലാത്തപക്ഷം സർക്കാർ ഓഫീസുകൾ ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. അടിയന്തിരമായി അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യം ഗുരുതരമായ ഭീഷണിയിലാകും. ഈ സാഹചര്യത്തിൽ അധികൃതർ ഇനിയെങ്കിലും ഉറക്കമുണരുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.